BDJ's നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചന. ബിജെപി അധ്യക്ഷൻ അമിത് ഷായുമായി ഇന്ന് നടത്തുന്ന ചർച്ചയിൽ തുഷാർ വെള്ളാപ്പള്ളി നിലപാട് മാറ്റിയേക്കും. ബിജെപി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണ്. അഭിലാഷ് KP ചേരുന്നു. അഭിലാഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട്. ഒപ്പം തുഷാർ വെള്ളാപ്പള്ളി മത്സര രംഗത്തുണ്ടാകുമോ? രഞ്ജിത്ത്, BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകുന്നതിനുള്ള തിരക്കിട്ട ചർച്ചകളാണ് രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏപ്രിൽ 11 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ 91 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് ചേർന്നത്. പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത യോഗം ഏറെ വൈകിയാണ്, രാത്രി 2 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ഈ യോഗത്തോടൊപ്പം തന്നെയായിരുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുകയും ചെയ്തത്. എന്നാൽ BDJസുമായി സമവായത്തിലെത്താത്ത പശ്ചാത്തലത്തിൽ അന്തിമമായ ഒരു പട്ടിക തയ്യാറാക്കാൻ കേരള ഘടകത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഈ സാഹചര്യത്തിൽ കൂടിയാണ് BDJസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് BJPക്ക് കടക്കാൻ സാധിക്കുക. ഇന്നലെ വരെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിനപ്പുറം എത്രത്തോളം വോട്ട് അധികമായി ലഭിക്കുന്നു, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ഒരു വിഷയത്തെ സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ഓരോ വോട്ടുകളും നിർണായകമാണ്, ഓരോ മണ്ഡലങ്ങളും നിർണായകമാണ്. ആ തരത്തിൽ കരുത്ത് തെളിയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായതിനാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന ആവശ്യം തന്നെയാണ് അമിത്ഷാ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യത്തോട് ഇനി മുഖം തിരിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ നിന്ന് തന്നെ ജനവിധി തേടുവാനുള്ള സാധ്യതയാണ്. അപ്പോൾ വീണ്ടും പ്രതിസന്ധിയിലാകുന്നത് പത്തനംതിട്ട മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് പുറമെ K. സുരേന്ദ്രൻ, അതോടൊപ്പം MT രമേശും മത്സര സന്നദ്ധത അറിയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഇതേ മണ്ഡലത്തിൽ തന്നെയായിരുന്നു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ BDJസിന്റെ നിലപാട് എന്തായിരിക്കും എന്നതുമായി ബന്ധപ്പെട്ട് മാത്രമായിരിക്കും. അതിനിടെയാണ് KV തോമസ് ഇന്നലെ അതൃപ്തി അറിയിച്ചുകൊണ്ട് കോൺഗ്രസിൽ പുറത്ത് പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തെ കൂടി അനുകൂലമാക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും BJP കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രിമാരെ അടക്കം വിളിപ്പിച്ചുകൊണ്ട് ടെലിഫോൺ ലൈനിൽ KV തോമസുമായി ബന്ധപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇന്ന് നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലടക്കം അത്തരം ചർച്ചകൾ, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലടക്കം KV തോമസിനെ BJPയിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും കേന്ദ്ര നേതൃത്വം നടത്തുന്ന നീക്കങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയുണ്ടായില്ല. സീറ്റ് ചർച്ചകൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കേണ്ടി വരും. ആ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും.